ആളുണ്ട് ഞങ്ങളൊരു വീട്ടിൽ കെട്ടിക്കാത്ത മക്കളും എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് ആ വെള്ളം ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുകൊണ്ടുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഭക്ഷണം വെച്ചില്ലെങ്കിൽ വേണ്ടില്ല, വെള്ളമാണല്ല. നേരത്തിന് അഞ്ചാമത്തിൽ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ 6-ാം വാർഡിൽ ആര് ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് ആ അതാണ് അവസ്ഥ. രണ്ടാഴ്ചയായിട്ട് എൻ്റെ സൗണ്ട് കേൾക്കണം. രണ്ടാഴ്ചയായിട്ട് ഞാൻ ഇതിൽ എല്ലാവർക്കും നടന്ന് പ്രസംഗിക്കാം. ഞാൻ പ്രസംഗിക്കണ മെയിൻ വെട്ടാണ് വെള്ളത്തിൻ്റെ. കാരണം ഞാൻ രാത്രി 11 മണിക്ക് 12 മണിക്ക് നിങ്ങളെ പര്യടനം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ വെള്ളത്തിന് കഴിക്കൊണ്ട് പോയിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണ് വരാജിട്ട് അതിനു വേണ്ടി കാത്ത് ഞാൻ കാണുകയാണ്. എൻ്റെ മനസ്സിലേക്ക് തട്ടിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് മുഴുവൻ ഇതേ പ്രസംഗിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ ഇവിടെ വലിയ വികസനം ഉണ്ടാക്കി നല്ല ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളാ പ്രശ്നം എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻഷാ അല്ലാഹ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ആദ്യത്തെ പരിഗണന ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, കൽപ്പഞ്ചേരിയിൽ മാത്രമല്ല, ആദവനാട് ഇതെന്ന അവസ്ഥ. എന്തൊക്കെ പരിപാടി കഴിഞ്ഞ് ചെയ്യാൻ പറ്റുമോ, പുതിയ ഗവൺമെൻറ് വെച്ചോ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ വേണ്ടി ഞാൻ മുൻപന്തിയിൽ ഇന്ന് പരിശ്രമിക്കും. പിന്നെ ഇത് പറഞ്ഞാണ്ട് നിങ്ങളവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റും. ഞാൻ തിരുവിക്കാരനാണ്. നിങ്ങൾക്ക് ഇന്നെ തിരുവിക്കാണ്ട് തരുന്നത് നിങ്ങൾക്ക് ഇന്നെ എപ്പോഴും കാണാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വന്നത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഞങ്ങൾ ഈ വാർഡിൽ നിന്ന് നിങ്ങൾക്ക് വോട്ട് കിട്ടും. ഇല്ലേ? ഈ ഒരു പ്രതീക്ഷിക്കാൻ വേണം. ഇത്രയും കാലങ്ങൾ ജയിപ്പിച്ച് വിട്ട ആളുകൾ ചെയ്യേണ്ടതല്ലേ? ചെയ്യേണ്ടതാണ്. ജയിപ്പിച്ച് വിട്ടാണല്ലോ ചെയ്യേണ്ടത്. അവർ ഇത്രയും കാലം ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് ഉത്തരവാദിത്തമില്ല. അവർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർക്ക് തിരുക്കാർ വെള്ളം കുടിച്ചാലും ശരി കുടിച്ചില്ലെങ്കിലും ശരി അതൊരു പ്രശ്നമില്ല. ഞാൻ തിരുക്കാരനാണ്. എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ പഠിപ്പിച്ച് പോകാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ആദ്യം പരിഗണന കൊടുക്കുന്നത് ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ ഇന്നെ സഹായിച്ചെന്നോളി. ഞാൻ ജയിച്ചാണെങ്കിൽ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റാത്ത ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാ പറഞ്ഞത്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഓരോ എന്റെ ഒരു മോന് ഇതും പറയാം. എന്റെ ഒരു മോന് കാലുകൊണ്ട് കഴിയാത്തൊരു മോനാണ്. മറക്കരുത്. എൻ്റെ ഒരു മോന് കാലുകൊണ്ട് കഴിയാത്ത മോനാണ്. അവനക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഓന് രാത്രിയൊക്കെ വരുന്ന ബുദ്ധിമുട്ട് ഈ ഒരു ഇടായിക്കാണ് വരുന്നത്. അവൻ്റെ ഒരു കഷ്ടപ്പാട് പറഞ്ഞല്ലോ. ഓനിപ്പോൾ ഒന്ന് ആക്സിഡന്റ് വീട്ടിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട്.